ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ അലീനയെ കാണാനായിട്ട് ശരണ്യയും ശരണ്യയുടെ അമ്മയും നാളെ വരാൻ പോവുകയാണ്. അപ്പൊ അതാണ് പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരണ്യ കുറെ പിടിവാശിയൊക്കെ പിടിച്ച് നിരാഹാരമൊക്കെ കിടന്നിട്ടാണ് അലീനയെ കാണാനായിട്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്താൻ പോകുന്നത്. ഏതായാലും അലീനയ്ക്കല്ല അത് ഷോക്ക് ഉണ്ടാക്കുന്നത്, നമ്മുടെ രോഹിത്തിന് തന്നെയാണ്. കാരണം രോഹിത്ത് റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു പെങ്കൊച്ചാണല്ലോ ഈ പറയുന്ന നമ്മുടെ ശരണ്യ. രോഹിത്ത് റേപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അങ്ങനെയാണല്ലോ. പിന്നെ മാത്രമല്ല, ശരണ്യക്കും ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് രോഹിത്തിനെ. നമ്മുടെ ശരണ്യ ഒരു ചെറിയൊരു നുണ പറഞ്ഞിരുന്നു. അതായത് എല്ലാവരും ശരണ്യനെ കൊണ്ട് നുണ പറയിപ്പിച്ചു, ആ 5 പേരും ഉണ്ട് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആകെ മൊത്തം 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചമ്മല. ശരണ്യക്ക് രോഹിത്തിന്റെ മുഖത്ത് നോക്കാനാണെങ്കിലും രോഹിത്തിന് ശരണ്യയുടെ ഫേസ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ശരണ്യയുടെ അമ്മയ്ക്ക് രോഹിത്തിനെ ഫേസ് ചെയ്യാനാണെങ്കിലും ആകപ്പാടെ എല്ലാം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഏതായാലും ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല, വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ്. അങ്ങനെ നമ്മുടെ ശരണ്യ പഠിച്ച പണി 18 നോക്കിയിട്ടും ശരണ്യയുടെ അമ്മ വീഴുന്നില്ല. പറ്റത്തില്ല, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്താവുന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. പക്ഷെ ശരണ്യ ആഹാരമൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ശരണ്യ ഇങ്ങനെ അമ്പിലും വില്ലിലും അടുക്കാതെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ആഹാരം കഴിക്കണമെങ്കിൽ എനിക്ക് പോണം, എനിക്ക് അലീന ചേച്ചിനെ കാണണം എന്ന് തന്നെ പറഞ്ഞ് പിടിവാശി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ ശരണ്യയുടെ അമ്മ പോയി അച്ഛനോട് പറഞ്ഞു, അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അവൾ ആഹാരം ഒന്നും കഴിക്കുന്നില്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ആരോഗ്യനില വഷളാവുമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല നീ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ അവള് അറിയാലോ വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അവള് നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. പിന്നെ ഇനിയിപ്പോ അലീനയെ പോയി കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൊരു രക്ഷ. അങ്ങനെ ഒടുവിൽ നമ്മുടെ ശരണ്യയുടെ അച്ഛൻ സമ്മതിക്കാൻ കേട്ടോ. അങ്ങനെ ശരണ്യയുടെ അമ്മയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പൊ അവൾക്ക് നിർബന്ധമാണെങ്കിൽ ആ വീട്ടിലൊന്ന് പോ, ആ വീട്ടിലൊന്ന് ചെന്ന് അവളെ ഒന്ന് കാണിക്ക്. ഇനിയിപ്പം അവൾ ആഹാരം കഴിക്കാതെ ഇങ്ങനെ എത്ര ദിവസം എന്നും പറഞ്ഞുകൊണ്ടാ പോകുന്നത്. മാത്രമല്ല നമ്മുടെ കൊച്ചിന്റെ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് അവൾ ഇവിടെ വന്ന് നല്ലത് മാത്രമൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളൂ, അതും കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ. എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അതും കൂടെ പരിഗണിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശരണ്യയുടെ അമ്മ എന്നാ ഓക്കെ പറഞ്ഞു കേട്ടോ. ശരണ്യയുടെ അമ്മയ്ക്കും അലീനയെ ഭയങ്കര കാര്യമൊക്കെ തന്നെയാണ്. അങ്ങനെ ശരണ്യയോട് പോയി കാര്യങ്ങളൊക്കെ പറയാണ്, മോളൊരു കാര്യം ചെയ്യുക, ഒരുങ്ങി നമുക്ക് പെട്ടെന്ന് പോകാന്ന്. അപ്പം ഈ പറയുന്ന അലീനയുടെ വീട് അല്ലെങ്കിൽ ബാലചന്ദ്രന്റെ വീട് നമ്മുടെ അലീനയ്ക്കല്ല സോറി, ശരണ്യയുടെ അമ്മയ്ക്കോ ശരണ്യക്കോ ഒന്നും അറിയില്ല. അപ്പൊ അത് അറിയാവുന്ന ഏക ഒരാള് എന്ന് പറയുന്നത് ഷാജിയാണ്. അപ്പം ഓട്ടോക്കാരൻ ഷാജിയെ കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ ശരണ്യയും ശരണ്യയുടെ അമ്മയൊക്കെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ശരണ്യക്ക് ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ ശരണ്യ അത്രയും നേരം ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് മൂടിയായിട്ടിരുന്ന നമ്മുടെ ശരണ്യ പെട്ടെന്ന് തന്നെ കുളിച്ച് ഒരുങ്ങി അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങി നല്ല ചുരിദാറൊക്കെ എടുത്തിട്ട് വരികയാണ്. അപ്പൊ തന്നെ നമ്മുടെ ശരണ്യയുടെ മൂഡ് ആകപ്പാടെ അങ്ങ് മാറി. എന്തോ വലിയൊരു എന്താ പറയുക, എന്തോ സ്വർഗം കിട്ടിയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ഷാജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇങ്ങനെ ഷാജിയുടെ അടുത്തേക്ക് ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന എന്തിനാ, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഷാജി ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു, ഇവക്കൊന്ന് കണ്ടേ പറ്റൂന്നാ പറയുന്നത്. ആ പെങ്കൊച്ചിനെ ഞാൻ എന്ത് ചെയ്യാനാണ്, വാശി പിടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ലല്ലോ, അവളുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പോയി കാണണമല്ലോ. എന്റെ മോള് ഇവളെങ്ങനെയാണ് ഈ വീട്ടിൽ കഴിഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അലീന വന്നല്ലേ എന്റെ മോളെ മാറ്റിയെടുത്തത്. അപ്പൊ പിന്നെ ഒന്ന് പോയി അവളെ ഒന്ന് കാണണ്ടേ, കണ്ടില്ലേലും മോശമല്ലേ, ഇവള് പറയുന്നതിലും കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷാജു പറഞ്ഞു, അതിനിപ്പോ എന്താന്നാ, പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല, ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരണ്യ പറഞ്ഞു, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അലീന ചേച്ചി ഉള്ളിടത്തോളം കാലം അവിടെ ഉള്ളവരൊന്നും എന്നെ പറയാൻ പോകുന്നില്ല, അലീന ചേച്ചിന് അവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞപ്പോഴത്തേക്ക്, അവൾ ആ വീട്ടിലെ വേലക്കാരിയല്ലേ, അല്ലാതെ ആ വീട്ടിലെ വേറെ ആരും അല്ലല്ലോ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാന്ന് പറയുമ്പോൾ അലീന ചേച്ചി വേലക്കാരിയൊക്കെ ആയിരിക്കാം, പക്ഷെ അതിനേക്കാൾ ഉപരി അലീന ചേച്ചിക്ക് നല്ലൊരു മനസ്സുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള എല്ലാവർക്കും അലീന ചേച്ചിനെ വലിയ കാര്യം തന്നെയാണ്. ഏതായാലും എനിക്ക് അലീന ചേച്ചിനെ കണ്ടേ പറ്റത്തുള്ളൂ, ഞാൻ എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷാജിയും പറഞ്ഞു ഓക്കെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാണ് അവർ പോകാൻ വേണ്ടി തയ്യാറാകുന്നത്. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രോഹിത്തിനോട് അലീന സംസാരിക്കുന്നുണ്ട് കോളേജിൽ പോകുന്ന കാര്യമൊക്കെ. കാരണം കോളേജിൽ ഇപ്പം നമ്മുടെ രോഹിത്തിന് പോകാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കോളേജിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കോളേജിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും
രോഹിത് പറയുന്നുണ്ട്, സാരമില്ല അലീന ചേച്ചി, ഇതിപ്പോ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അച്ഛൻ മാക്സിമം അച്ഛന് പറ്റുന്ന രീതിയിൽ നോക്കിയില്ലോ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് സാരമില്ല. ഇപ്പൊ എന്താ പറയാ, ഇതിങ്ങനെയൊക്കെ ആയിരിക്കും, എന്റെ തലവിധി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ തലവിധിനെ ചൊല്ലിയിട്ട് പഠിക്കാതെ ഒന്നും ഇരിക്കണ്ട. ഇപ്പൊ കോളേജിൽ പോയില്ലെങ്കിലും നിനക്ക് പഠിക്കാനൊക്കെ പറ്റൂലോ. നിന്റെ മറ്റു സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, ക്ലാസ്സിലെ സ്റ്റുഡൻസിനൊക്കെ അവരോടൊക്കെ വിളിച്ചു ചോദിച്ച് നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തിരക്കി നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കണം. ഒരു വർഷം കളയാൻ പാടില്ല. ഇനിയിപ്പോ അവര് ടി സി തന്നാലും വേറൊരു കോളേജിലേക്ക് നിനക്ക് ചേരേണ്ടി വന്നാലും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ പഠിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ, അല്ല അലീന ചേച്ചിക്ക് പനി കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പനിയൊക്കെ കുറവുണ്ട്, മുമ്പ് പേടിക്കൊന്നും വേണ്ട, എനിക്ക് പനിയൊക്കെ കുറവുണ്ട്, നേരത്തെ രാവിലത്തെക്കാലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് പനി കുറഞ്ഞു എന്നൊക്കെ നിങ്ങളോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ 3 പേരും കൂടെ എന്നെ അത്രയ്ക്ക് നല്ല രീതിയിലല്ലേ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചുമ്മാ കിടന്നാൽ മതി എന്നൊക്കെ ഉണ്ട്. എനിക്കെല്ലാവരും 3 നേരവും 4 നേരവും ഭക്ഷണവും ചോദിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടു തരുന്നില്ല. അപ്പൊ പിന്നെ പനി വന്നത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രോഹിത് പറയുന്നുണ്ട്, അത് പിന്നെ സത്യത്തില് ഞങ്ങൾക്കല്ലേ തെറ്റുപറ്റിപ്പോയത്. ഞാൻ ഒരുപാട് അലീന ചേച്ചിനെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാന് വലിച്ചിറക്കി ഇഴച്ച് റോട്ടിൽ കൊണ്ടുവന്ന് ഉന്തി തള്ളിയൊക്കെ വിട്ടത് അതിനൊക്കെ ഒരു തിരിച്ചടി എങ്ങാണ്ടായിട്ടാ. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അലീന ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം, ദേ മോനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത് എന്തിനാ വെറുതെ, നീ എന്ത് തെറ്റ് ചെയ്തെന്നാ പറയുന്നത്, നീ നിന്റെ അമ്മയുടെ കൂടെ നിന്നു, സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് സത്യം എങ്ങനെയാണോ അത് നിനക്ക് മനസ്സിലായപ്പം നീ എന്താ പറയാ, നീ ഇപ്പം ഇങ്ങനെ നല്ലൊരു രീതിയിൽ തന്നെ പെരുമാറാനൊക്കെ തുടങ്ങിയില്ലേ, ചിലപ്പം അതിനു വേണ്ടിയൊക്കെ ആയിരിക്കാം. അതൊന്നും നീ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്കിപ്പം പ്രശ്നമൊന്നും ഇല്ല, നീ അച്ഛൻ പറയുന്നതൊക്കെ കേൾക്കണം, പിന്നെ അമ്മ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞു മാറ്റാൻ ശ്രമിക്കണം, നീയും നിന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഒന്നിക്കണ്ടേ, അപ്പം അതിന് ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് വേണം നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് നിന്നിനി ചെയ്യാനായിട്ട്. നിന്റെ അമ്മയ്ക്ക് കുറച്ച് വാശി കൂടുതലാണ്, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ വാശി മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അലീന ചേച്ചി. അമ്മ അല്ലേലും പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്നേഹത്തോട് സംസാരിക്കാനോ സന്തോഷത്തോടു കൂടി നിൽക്കാനോ ആരോട് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും വലിച്ചു കയറ്റി പിടിച്ചൊരു മോന്തയുമായിട്ട് മാത്രമേ ഇങ്ങനെ നിന്നിട്ടുള്ളൂ, അല്ലാതെ വലിയ സന്തോഷമൊന്നും ഇതുവരെ അമ്മയുടെ മുഖത്തുണ്ടായി ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസിയും കൂടെ വരുന്ന കാര്യം ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ കേട്ടോ വരാനായിട്ട്, അവരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, പക്ഷെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ അത് വന്നിട്ടില്ല. നാളത്തെയും മറ്റന്നാളിലെയും എപ്പിസോഡിലൊക്കെ ആയിട്ട് നമ്മുടെ രേവതിക്കുട്ടിയും ഇവിടെ എത്തും അലീനയെ കാണാനായിട്ട്. അപ്പൊ അലീനയ്ക്ക് പനിയെന്ന് കേട്ടപ്പം സത്യം പറഞ്ഞ അലീനയ്ക്ക് ആരും ഇല്ലെങ്കിലും ഓടിയെത്താനായിട്ട് ഇപ്പം നമ്മുടെ അലീനയ്ക്ക് ഒത്തിരി ആൾക്കാരുണ്ട്, സ്വന്തമെന്നോ ബന്ധമെന്നോ ഒക്കെ പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ അലീനയ്ക്ക്. അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതിക്കുട്ടി വരികയാണ്. അപ്പൊ രേവതിക്കുട്ടി ഷാജിയുടെ ഒക്കെ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പം സോറി രേവതിക്കുട്ടി അല്ല കേട്ടോ, ശരണ്യ വരികയാണ്. ശരണ്യയുടെ അമ്മയും ഷാജിയുടെ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഷാജി പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പം എന്തായാലും അവിടുത്തെ പ്രതികരണം എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പം ശരണ്യ ഒത്തിരി അങ്ങോട്ട് എന്താ പറയാ സന്തോഷിച്ചിരിക്കണ്ട, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവര് കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു രീതിയിൽ പോയാൽ മതി. ഇപ്പം അലീന ആരാ എന്തോ എന്നൊക്കെ നമുക്കും അറിയാന്നുള്ളതല്ലേ, അലീനയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ ചിലപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അവർ വലിയ ആൾക്കാരൊക്കെയാണ്, നമ്മൾ അവരുടെയൊക്കെ മുമ്പിൽ ചെറു പുഴുക്കൾ മാത്രമാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കയറ്റുവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യ അപ്പോഴും പറയുന്നുണ്ട്, അലീന ചേച്ചി ഉള്ള വീട്ടില് അലീന ചേച്ചി ഇരു കൈ നീട്ടി എന്നെ സ്വീകരിച്ച് കയറ്റും, അവിടെ ഉള്ളവരും അങ്ങനെയുള്ളവർ തന്നെ ആയിരിക്കും, അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെ അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാവരെ കുറിച്ചും. അലീന ചേച്ചിക്ക് സഹോദരങ്ങളുണ്ടെന്നും ഒരച്ഛനുണ്ടെന്നും അലീന ചേച്ചി സ്വന്തം അച്ഛനെ പോലെ അവിടുത്തെ അങ്കിളിനെ കരുതുന്നത് എന്നും അങ്കിളും അതുപോലെ സ്വന്തം മകളെ പോലെ കരുതുന്നത് എന്നും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അലീന ചേച്ചി അവിടെ എന്നെ കേറ്റാതിരുന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ ബാക്കി ആരും കേറ്റാതിരിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പം നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ചെന്ന് ഓട്ടോയിൽ നിന്ന് എങ്ങനെ ഇറങ്ങുകയാണ്. ഒരു ചെറിയ ഭയമൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ. ശരണ്യയുടെ അമ്മയുടെ ഉള്ളിലാണെങ്കിലും ഈ പറയുന്ന ഷാജിയുടെ ഉള്ളിലാണെങ്കിലും ഒരു ചെറിയ ഭയമുണ്ട്. അങ്ങനെ ഷാജി തന്നെയാണ് പോയി കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അപ്പം ഷാജി ആദ്യം പോയി കോളിംഗ് ബെല്ല് അടിക്കുന്നു. ശരണയും അമ്മയും പുറകെ ഇറങ്ങി വരികയാണ്. പുറകെ ഇറങ്ങി വന്ന് കോളിംഗ് ബെല്ല് അടിച്ചതും തുറന്നതാരാ, നമ്മുടെ രോഹിത്. അതായത് അലീനയ്ക്ക് വയ്യല്ലോ, അലീനയാണ് സാധാരണ എല്ലാവരും വന്നാൽ തുറക്കാറുള്ളത്, പക്ഷെ ഈ പ്രാവശ്യം തുറന്നത് രോഹിത്താണ്. അങ്ങനെ രോഹിത് വാതിൽ തുറന്നു. ശരണ്യനെ കണ്ടതും രോഹിത്തിന് മനസ്സിലായത് ശരണ്യാണെന്ന് അറിയാലോ, കാരണം ശരണ്യന് നല്ല വ്യക്തമായിട്ട് പരിചയമുള്ള ഒരാളാണ് ഈ പറയുന്ന രോഹിത്. ഹരി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല പരിചയമുണ്ട്. മാത്രമല്ല അന്ന് എല്ലാവരും റേപ്പ് ചെയ്യാൻ ആ ഒരു സ്ഥലത്ത് വിളിച്ചുകൊണ്ട് വന്നപ്പോഴൊക്കെ
ആദ്യമൊക്കെ കുറച്ച് ബോധമൊക്കെ നമ്മുടെ രോഹിത്തിന് ഉണ്ടായിരുന്നു. പിന്നെയാണല്ലോ ബിയർ എങ്ങാണ്ടൊക്കെ കുറിച്ച് ബോധം പോയത്. അപ്പൊ നന്നായിട്ട് അറിയാം ഇത് രോഹിത്താണ്, ഇത് രോഹിത് തന്നെയാണ്, അല്ല രോഹിത് അല്ല, നമ്മുടെ ശരണ്യ തന്നെയാണ് എന്നറിയാം. അങ്ങനെ രോഹിത് വാതിൽ തുറന്നത് പെട്ടെന്ന് നമ്മുടെ ഷാജി രോഹിത്തിനെ നോക്കി, അതുപോലെ തന്നെ ശരണ്യയും പെട്ടെന്ന് നോക്കി. പെട്ടെന്ന് ശരണ്യയുടെ മറവിലേക്കായി പോയിട്ടോ. നമ്മുടെ ശരണ്യയുടെ അമ്മ ശരണ്യയുടെ മറവിലേക്കായി പോയി. മറവിലേക്ക് ഇങ്ങനെ മറഞ്ഞു നിന്നതാട്ടോ. കാരണം രോഹിത്തിനോട് അവർ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. രോഹിത്ത് നിരപരാധി ആയിട്ടും രോഹിത്തിനെ ആ ഒരു റേപ്പ് ലിസ്റ്റില് പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മുടെ ശരണ്യയുടെ അമ്മയ്ക്ക് ആദ്യം തന്നെ രോഹിത്തിനെ കണ്ടപ്പോഴത്തേക്കും എന്താ ഒരു ചമ്മലാണോ, എന്തോ തെറ്റ്, അതായത് എന്തോ രോഹിത്തിനോട് എന്തോ തെറ്റ് ചെയ്ത പോലെ പെട്ടെന്ന് അങ്ങനെ മറഞ്ഞു നിന്നു. അപ്പം നമ്മുടെ ശരണ്യ ഒട്ടും മടിച്ചില്ല കേട്ടോ. ശരണ്യ മടിക്കാതെ തന്നെ, അതെ എന്നെ മനസ്സിലായോ, ഞാൻ ആ ശരണ്യ, ഞാൻ അലീന ചേച്ചിനെ കാണാൻ വന്നതാന്ന് പറഞ്ഞു. അപ്പൊ രോഹിത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം രോഹിത്ത് ഓർത്തിരിക്കുന്നത് രോഹിത്ത് വലിയൊരു തെറ്റുകാരനാണല്ലോ എന്നാ. അവര് ഓർത്തിരിക്കുന്നു അവര് വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. നമ്മുടെ ശരണ്യക്ക് പക്ഷെ ഇതൊന്നും ഇല്ലാട്ടോ. ശരണ്യ നേരെ പറഞ്ഞപ്പോ തന്നെ നമ്മുടെ രോഹിത്ത് പറഞ്ഞു കേറി വാന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് എന്തോ വല്ലാത്തൊരു വേറൊരു ലോകത്താ രോഹിത്ത്. എന്നിട്ടും കേറി വാന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി, ഞാനൊന്ന് ചേച്ചീനെ കണ്ടോട്ടെ, എനിക്ക് അലീന ചേച്ചിനെ കാണണം, അലീന ചേച്ചി ഞാൻ വിളിച്ചായിരുന്നു, അപ്പൊ അലീന ചേച്ചിക്ക് പനിയാന്ന് പറഞ്ഞായിരുന്നു, അതാ ഞാൻ വന്നത്, ഇത് എന്റെ അമ്മയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരണ്യയുടെ അമ്മയെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ രോഹിത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൈ കൂപ്പുന്നുണ്ട്. കാരണം അതായത് ഒരാളെ കാണുമ്പോൾ ആ ഒരു ബഹുമാനവും മാത്രമല്ല, അവരോട് തെറ്റ് ചെയ്തു പോയല്ലോ എന്ന ആ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം പെട്ടെന്ന് നമ്മുടെ ശരണ്യയുടെ അമ്മ അങ്ങ് മാറി നിന്നത്. ഏതായാലും അലീനയെ കാണാനാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, എനിക്ക് അലീന ചേച്ചിനെ കാണണം, ഞാൻ കാണാനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോഴത്തേക്കും തന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അലീനയെ കാണാനായിട്ട്. അകത്തേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് കൂട്ടിക്കൊണ്ട് പോയി. അപ്പൊ ശരണ്യ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ശരണ്യയുടെ അത് ഞാൻ പറഞ്ഞല്ലോ അല്ലെ, നമ്മുടെ ശരണ്യ അമ്മേനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അലീന കിടക്കുകയായിരുന്നു. അപ്പൊ രോഹിത് ചെന്നിട്ട് പറഞ്ഞു, അതെ അലീന ചേച്ചിനെ കാണാനായിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരും അത് ആരാന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ രോഹിത് പറയുന്നൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരണ്യ വേഗം അലീനയെ കാണാനായിട്ട് അലീനയുടെ അടുത്തേക്ക് റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. റൂമിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു, അലീനയല്ല ശരണ്യ എന്ത് ചെയ്യുന്നു, അലീനയെ കെട്ടിപ്പിടിക്കാണ് കേട്ടോ. കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാണോ, സന്തോഷമാണോ, അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ അലീന ചോദിച്ചു, നീ എങ്ങനെ വന്നു, നിനക്ക് എങ്ങനെ വീടറിയാം, നിന്നോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരണ്യ പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചി അങ്ങനെയൊക്കെ പറയും, ഈ ഫോർമാലിറ്റിക്ക് ആൾക്കാർ അങ്ങനെയൊക്കെ പറയൂല്ലോ, പക്ഷെ എനിക്ക് ചേച്ചീനെ കാണാതിരിക്കാൻ പറ്റുമോ, ചേച്ചി എത്ര ദിവസമായി വീട്ടിൽ വന്നിട്ട്, അപ്പം ചേച്ചിക്ക് പനിയാന്ന് അറിയുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാ വരാതിരിക്കുന്നത്, മാത്രമല്ല ഞാൻ ആ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെയും കുടിക്കാതെയും ഒക്കെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, അലീന ചേച്ചിയല്ലേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, എന്നെ വന്ന് വെള്ളം കുടിപ്പിച്ചതും കഴിപ്പിച്ചതൊക്കെ ആരാ, അലീന ചേച്ചിയല്ലേ, അപ്പൊ പിന്നെ അലീന ചേച്ചിനെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ കാണാൻ വരാതിരുന്നത് അത് മോശമല്ലേ എന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് വല്ലാത്ത ധൈര്യമാണല്ലോ ശരണ്യെ ഇങ്ങോട്ട് വരാനായിട്ട്, നിനക്ക് എങ്ങനെയാ ധൈര്യം കിട്ടിയത്, അത് പിന്നെ എനിക്ക് എങ്ങനെയാ ധൈര്യം കിട്ടിയത്, അലീന ചേച്ചിയല്ലേ എനിക്ക് ധൈര്യം പകർന്നു തന്നതും എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ, അലീന ചേച്ചി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാനും ഈ വീട്ടിലേക്ക് വരുന്നതിനൊക്കെ എന്താ കുഴപ്പമിരിക്കുന്ന, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വന്നത്, ആദ്യമൊന്നും അമ്മ എന്നെ കൊണ്ടുവരാൻ കൂട്ടാക്കിയില്ല, പിന്നെ ഞാൻ ചെറിയ അടവൊക്കെ എടുത്തു, ഞാൻ നിരാഹാരമൊക്കെ കിടന്നു കഴിഞ്ഞാൽ എന്നെ അമ്മ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അലീന ആണോ, കൊള്ളാലൂടി കള്ളി, നീ നിരാഹാരം കിടന്നല്ലേ എന്നെ കാണാൻ വേണ്ടി, അലീന ചേച്ചിനെ കാണാൻ വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാന്ന് പോയപ്പോ, അല്ല നിന്നെ ആരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്, നിനക്ക് എങ്ങനെ ഇത് ബാലചന്ദ്രന്റെ വീടാന്ന് മനസ്സിലായത്, അത് വേറെ ആരുമല്ല, എന്നെ ഷായിച്ചേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു, ഇപ്പൊ എന്നിട്ട് ഷായിച്ചേട്ടനെ കാണുന്നില്ലല്ലോ, ഷായിച്ചേട്ടൻ വെളിയിൽ നിൽപ്പുണ്ട്, അമ്മയും വന്നിട്ടുണ്ട്, എന്നിട്ട് അമ്മ എന്തിയെ, അമ്മയും വെളിയിൽ നിൽക്കാന്ന് പറഞ്ഞപ്പോ, അതെന്താ അവരെ വെളിയിൽ നിർത്തിയിട്ട് നീ മാത്രം അകത്തേക്ക് കയറിയത്, അമ്മയ്ക്ക് വല്ലാത്തൊരു മടിയാ ഇങ്ങോട്ടേക്ക് കയറാനായിട്ട്, കാരണമേ രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ തന്നെ അമ്മയ്ക്ക് വല്ലാത്ത മടി വന്നു, അല്ല ഞങ്ങൾ കാരണമാണല്ലോ രോഹിത് കുറച്ചു നാളെങ്കിലും ജയിലിൽ കിടന്നത്, അപ്പൊ അതിന്റെ ഒരു മുഷിച്ചില് രോഹിത്തിന് കാണത്തില്ല എന്ന് ചോദിക്കുമ്പോ, അവൻ അങ്ങനെയൊന്നുമില്ല, അവന് ഇപ്പൊ പഴയ ആളൊന്നും അല്ല, രോഹിത്തൊക്കെ ഒരുപാട് മാറി, രോഹിത് മാത്രമല്ല ഇവിടുത്തെ എല്ലാവർക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഇപ്പൊ സത്യം പറഞ്ഞാല് എന്നെ നോക്കാനുണ്ടല്ലോ എത്ര പേരാന്നറിയാമോ, എന്റെ സഹോദരങ്ങളെല്ലാം അതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവരും എന്നെ അതുപോലെയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും, എനിക്ക് ചുക്ക് കാപ്പി ഇട്ട് തരും, അത് ചെയ്തു തരും, ഇത് ചെയ്തു തരും,
സത്യം പറയാലോ രേവതിക്കുട്ടി നല്ല ശരണ്യമോളെ എനിക്കിവിടെ കിടന്നാ മതിയെന്നേ ഉള്ളൂ. ഇവരെ എല്ലാവരുടെയും ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനൊരു അനാഥയാണെന്ന് നിനക്ക് അറിയാലോ, എന്നിട്ടും എനിക്ക് ഈ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടുന്നില്ലേ? അപ്പൊ അവരെന്നെ അതുപോലെ നോക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് നമ്മുടെ അലീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണമോളും ഇനി ഭവിതയും ഒക്കെ വരും, അലീനയെ കാണും. അലീനയല്ല, സോറി, ശരണ്യയെ കാണും. അതിനിടയിൽ നമ്മുടെ വൈജയും ഉണ്ട്. അപ്പം വൈജ കണ്ടു കഴിഞ്ഞ് ശരണ്യനെ കണ്ടു കഴിഞ്ഞ് ഇത് ശരണ്യാണ് ശരണ്യൊക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും വലിയ ബോംബ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും വരാൻ പോകുന്നത്, മിസ് ചെയ്ത് കളയരുത്. നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് രാവിലെ ഞാൻ എത്തുന്നതായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ ടാറ്റ, ബൈ ബൈ.